ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. വണ്ടേഴ്സ് വേൾഡിന്റെ മനോഹരമായ മറ്റൊരു ദിവസത്തിലേക്ക്, മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന പോലെ ഈ ഒരു പ്ലാറ്റ്ഫോം കേവലം ബിസിനസിനെ കുറിച്ചും സ്ട്രാറ്റജികളെ കുറിച്ചും പഠിക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ജീവിത ശൈലി കൊണ്ടുവരുവാനും മുന്നോട്ടുള്ള ആശയങ്ങളെ വളരെ ഫ്യൂച്ചറായിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള ഉദ്ദേശമാണ്. ഇന്നത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ? എനിക്ക് തോന്നുന്നു ഏതാണ്ട് കുറെ അധികം പേര് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വിഷയമായിരിക്കാം. സാൻഡ് ബോക്സിനെ ഏറ്റെടുക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിനെ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നത് അതിനേക്കാളും വലിയ ഉത്തരവാദിത്വം. എന്നാൽ അത് ഓൺലൈനായി പ്രൊമോട്ട് ചെയ്യുക എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ബിസിനസ് ആശയങ്ങളെ ഇതുപോലെ ഓൺലൈനായി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. ഒപ്പം ഇതൊരു 3 ഭാഗമുള്ള സീരീസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമാണ്. കാരണം നമുക്കറിയാം, നമ്മളിൽ പലരും ഈ ഒരു ആശയത്തെ ഏറ്റെടുത്തോടുകൂടി ഓൺലൈനായി ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ കാലമായി, അല്ലെങ്കിൽ ഇതെന്ന് നിങ്ങൾ തുടങ്ങി വെച്ചോ അന്ന് മുതൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്കെങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും? ഓൺലൈനായി പ്രൊമോട്ട് ചെയ്യുക എന്നത് നമ്മളെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. പക്ഷെ അത് പഠിച്ച് ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം അറിയുന്ന ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്ന 2 ഭാഗങ്ങളിലായിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊമോഷണൽ ഫ്ലയർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലോ, വാട്സപ്പ് മാത്രമല്ല അല്ലാത്ത പ്ലാറ്റ്ഫോമുകളിലൊക്കെ എങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് ആശയത്തെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വ്യക്തമായിട്ട് അത്തരം ഡിസൈനുകളെ കുറിച്ച് പഠിപ്പിക്കും. അത് വർക്ക്ഷോപ്പ് പോലെ ചെയ്ത് നിങ്ങളുടെ ഫ്ലയറുകൾ നമ്മുടെ ഒഫീഷ്യൽ പേജുകളിലൂടെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയും. ഒരു സെക്കൻഡ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഫസ്റ്റ് പാർട്ടാണ് അല്ലേ? നമ്മുടെ ഫ്ലയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആൻ ഇൻട്രൊഡക്ഷൻ ടു എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് അതെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ? അതിന്റെ പ്രാധാന്യം നമ്മൾ കാണുന്നതല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതിനും അപ്പുറമാണെങ്കിൽ അത് ഉൾക്കൊള്ളുവാനാണ് ഇങ്ങനെ ഒരു സെഷൻ വെക്കുന്നത്. സാൻഡ് ബോക്സിന്റെ മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന ഒരു പ്ലാറ്റ്ഫോം അത് ചെറുതല്ല. ലോകത്തിൽ തന്നെ ഏതാണ്ട് ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇത്തരത്തിൽ യാതൊരു പണമിടപാടും ചെയ്യാതെ അല്ലെങ്കിൽ പൈസ മുടക്കാതെ നമുക്ക് ആളുകളിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ഓഡിയൻസിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് നമുക്കറിയാം, വാട്സപ്പ് ഉപയോഗിക്കാൻ തന്നെ അറിയാത്ത ആരും തന്നെ ഇപ്പൊ ഇല്ല. കാരണം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും വന്നിരിക്കുന്നതിന്റെ കാരണം വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത്തരം വാട്സപ്പ് പ്ലാറ്റ്ഫോമുകൾ ആദ്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇതൊരു മെസ്സേജിംഗ് സർവീസ് ആപ്പ് മാത്രമായിരുന്നു അല്ലേ? എസ് പോലെ മെസ്സേജുകൾ അയക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് പല ആളുകളും ഒരു സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് മാറി അതൊരു എന്റർടൈനിങ് രീതിയിലേക്ക് വന്നു. എന്താണ് എന്റർടൈൻമെന്റ്? ആളുകൾക്ക് പിക്ചേഴ്സും അതേപോലെ വീഡിയോയും ഒക്കെ അയക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക, അല്ലെങ്കിൽ വിനോദത്തില് അല്ലെങ്കിൽ വിനോദപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറി. പക്ഷെ ഇന്ന് വാട്സപ്പ് കേവലം ഒരു മെസ്സേജിംഗ് സർവീസോ ഒരു എന്റർടൈൻമെന്റ് ആപ്പോ അല്ല. അതിനുമപ്പുറം ബിസിനസ് സ്ട്രാറ്റജികളെ കൃത്യമായി പ്രൊമോട്ട് ചെയ്യുവാനും ഓൺലൈൻ ഓഡിയൻസിനെ കണ്ടെത്തുവാനും ഓൺലൈനായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും കഴിയുന്ന, യാതൊരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഇല്ലാതെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒരു ആശയം എത്തിക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ചോദ്യം ഇതാണ്, നമ്മൾ എത്ര പേർ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്?
നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പേരുകൾ പലരുടെയും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഫോണിൽ. നമ്മൾ ഓരോരുത്തരും എത്ര പേർ ഈ ഒരു വാട്സപ്പിന്റെ സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നുണ്ട്? ഇന്ന് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഒരു ബിസിനസ് ആശയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇവന്റിനെ നമ്മൾ നടക്കുന്ന ഇന്നത്തെ ഒരു മോർണിംഗ് പ്രോഗ്രാമിനെ നമുക്കൊരു പോസ്റ്റർ കിട്ടും അല്ലെ? വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്ര പേര് അത് നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ട് വെക്കുന്നു? അപ്ഡേറ്റ് ആയിട്ട് വെക്കുക മാത്രമല്ല, അതിന്റെ ലിങ്ക് കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റാറ്റസിൽ പോസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ മീറ്റിംഗിൽ പങ്കെടുത്താലോ? നിങ്ങൾ നേരിട്ട് ആ വ്യക്തിയോട് മിണ്ടിയിട്ടില്ല, നിങ്ങൾ ആ വ്യക്തിയോട് ചെന്ന് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരു രീതിയിലും ഫിസിക്കലി ആ വ്യക്തിയെ കാണുവാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് വാട്സപ്പിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇന്ന് ചില പുതിയ ടെർമിനോളജികളൊക്കെ നിങ്ങൾ കേട്ടെന്നിരിക്കും. ഇത് ഈ ഒരു ആശയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ഓക്കെ, SMM എന്ന് പറയും, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് SEO, SMM എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഈ വാക്കുകൾ വളരെ പരിചിതമാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് SEO എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് SMM ആണ്. SEOയെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിക്കേണ്ടത് SMM കുറിച്ചാണ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് അഥവാ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ്. ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് വേണ്ടി മറ്റൊരു ഏജൻസി ഇത്തരത്തിലുള്ള SMM ചെയ്തു കൊടുക്കുന്നതിന് 20,000 25,000 അല്ലെങ്കിൽ അതിന് മേലേക്കോ ആ ബിസിനസിന്റെ സ്ട്രാറ്റജി അനുസരിച്ച് വാങ്ങിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വന്തം ബിസിനസിനെ ഇതുപോലെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ 10 പൈസ മുടക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ കഴിയണം അല്ലെ? കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഇത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രാറ്റജിയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അതൊരു പുതിയ കോഴ്സ് പഠിച്ച് മറ്റൊരു ജോലിക്ക് പോകുന്ന പോലെയാണ്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യത നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും റോഡ് സൈഡിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ ഒക്കെ നിൽക്കുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേക്കൻസിയെ കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചും. ഇനി ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബിസിനസ്സിൽ ആളുകളെ വേണോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ വേണോ, ക്ലയൻസിനെ വിളിക്കുവാനുള്ള ടെലികോളിംഗ് സംവിധാനം വേണോ, ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തു തരണോ, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് പോസ്റ്റേഴ്സുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലുള്ള പേജുകളിലൂടെ വരുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന ഏജൻസികളാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഇവിടെയൊന്നും പണം ഇറക്കി അല്ലെങ്കിൽ പണം മുടക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടുക എന്ന് ഉദ്ദേശിച്ചാണ് ഈ ഒരു ഫസ്റ്റ് സെഷൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് വരുന്ന ആ 2-3 സീരീസുകൾ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലയർ ഡിസൈനിങ്ങിനെ കുറിച്ചും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വാട്സപ്പിന്റെ വിസിബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ്. പ്രത്യേകിച്ച് സ്റ്റാറ്റസിൽ ഓരോ ദിവസവും റെഗുലർ ആയിട്ട് ഈ പറയുന്ന സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പം ഇതിനിടയ്ക്ക് ചെക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഏകദേശം സാധാരണ കാണാറുള്ള 700-800 പേര് വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഒരു 400 പേര് അല്ലെങ്കിൽ 300 പേര് റെഗുലർ വാച്ചിങ് ചെയ്യുന്നവരാണ്. അതായത് നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുന്നു, ഒരു രാവിലെയാണ് ഇടുന്നതെങ്കിൽ ഒരു 7-8 മണി 9 മണിക്കുള്ളിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ കണ്ടിരിക്കും. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, രാവിലെ ചായ കുടിക്കുന്ന ഒപ്പം തന്നെ ഈ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് നോക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് അവരുടെ റൂട്ടീനാണ്. അങ്ങനെയുള്ളവർക്ക് ഈ രാവിലത്തെ സമയത്ത് അത് റെഗുലർ ആയിട്ട് കാണും. മറ്റു ചിലർ അങ്ങനെയല്ല. അവര് വൺസ് ഇൻ എ വൈൽ, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കല് അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടിയാൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്തായിരിക്കും ഈ വാട്സപ്പ് അവർ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന്റെ കൗണ്ട് എപ്പോഴും മാറി മറിഞ്ഞും വരുന്നത്. നമുക്ക് ആ കൗണ്ട് ഞാൻ വളരെ ബേസിക് ആയിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഒരു വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് ആ പേജിന്റെ ഏറ്റവും താഴെ അതിന്റെ കൗണ്ട് എഴുതി കാണിക്കാറുണ്ട്. ഇപ്പോ ഓരോ ദിവസവും കാണുന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ഇടുന്ന പോസ്റ്ററിന് അല്ലെങ്കിൽ സ്റ്റാറ്റസിന് വിസിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തിരിക്കും. നമ്മൾ എപ്പോഴും കാണുന്ന പോലെയല്ല, അതിന്റെ എണ്ണത്തിൽ കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബിസിനസിനെ കേവലം ഒരു വൺ ടൈം എഫക്റ്റിലല്ല കാണിക്കേണ്ടത്. വൺ ടൈം എഫക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ വീട്ടിലിപ്പോ ഒരു ഇവന്റ് നടന്നു, ഒരു കുട്ടിയുടെ പിറന്നാള് അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ മക്കളോട് ബന്ധപ്പെട്ടോ നിങ്ങളോട് ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതൊരു വൺ ടൈം ഇവന്റ് ആണ്.
ഇത് വൺ ടൈം ഇവന്റിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടി കുറെ ആളുകളിലേക്ക് ആ ആശയം എത്തിച്ചു. അത് കഴിഞ്ഞു. പിന്നെ അവർ എന്നും നിങ്ങളുടെ സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പിറന്നാളിനെയോ അല്ലെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറിയോ അവര് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു ദിവസത്തിനാണ് അതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ സംബന്ധിച്ച് ഇത് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് കണ്ട ഓഡിയൻസ് അല്ല നാളെ വരിക. ഓരോ ഓഡിയൻസിനും അവർക്ക് ഇത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കാനുള്ള അവസരം നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ ഡെയിലി ഇതിന്റെ പോസ്റ്റേഴ്സുകൾ പോകണം. ഓരോ ദിവസവും വെക്കുന്ന സ്റ്റാറ്റസുകൾ സെയിം തന്നെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ ദിവസവും വെക്കുന്ന ആശയം, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ചുള്ള സാൻഡ്ബോക്സിനെ കുറിച്ചുള്ള പോസ്റ്റേഴ്സുകൾ റെഗുലർ ആയിട്ട് ദിവസവും ഇത് പോകണം. അത് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. പക്ഷെ ഇത്തരത്തിലൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് റെഗുലർ ആയിട്ട് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്ന, കാരണം ഓരോ വ്യക്തികളുടെയും ഫോണിനുള്ളിലുള്ള കോണ്ടാക്ട്സുകൾ എത്രയെന്ന് അവരവർക്കറിയാം. എനിക്ക് തോന്നുന്നു 100 നമ്പറെങ്കിലും മിനിമം ഇല്ലാത്ത ആരും തന്നെ ഇന്നത്തെ കാലത്തില്ല. 100 നമ്പറിൽ താഴെയുള്ളവർ ഇന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം പല ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു 100 മനുഷ്യരെ പോലും സ്വന്തമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിൽ അവർ പ്രത്യേകം സൂക്ഷിക്കുക. ഈ ലോകത്ത് നമ്മളെല്ലാവരും ഡിപ്പെൻഡബിൾ ആണ് അല്ലേ? മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റത്തെ ആശ്രയിച്ച് ജീവിക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് കോണ്ടാക്ട്സ് നിങ്ങളുടെ ഫോണിലുണ്ട്. ഈ കോണ്ടാക്ട്സുകൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങേ തിരക്കുള്ള വ്യക്തിയും ഇതേ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇടുന്ന ഓരോ സ്റ്റാറ്റസുകളും അവർക്ക് കാണാൻ കഴിയും. ഹലോ, നിങ്ങൾ ഇടുന്ന ഓരോ സ്റ്റാറ്റസും അവരുടെ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ആണെങ്കിൽ അവർക്കത് കാണാൻ കഴിയും. ഇത്തരത്തിലൊരു മെസ്സേജ് വിസിബിലിറ്റി നമ്മൾ ഫോണിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡേ ടു ഡേ ഈ ഒരു ആശയത്തെ കാണുമ്പോൾ നിങ്ങൾ മറ്റെന്തോ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാവും അല്ലേ? യൂട്യൂബേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഓൺലൈൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രത്യേകത ഓരോ ദിവസവും അവർ അതിനു വേണ്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പബ്ലിക് ഓഡിയൻസിലേക്ക് അവർ ആശയങ്ങൾ എത്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ ചില യൂട്യൂബേഴ്സിന്റെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഓപ്പൺ ആക്കുന്നവരാണെങ്കിൽ അതിൽ ചില ആളുകളുടെ വീഡിയോസ് ഈവൻ നിങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ അത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആക്കുമ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാര്യം റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ റെക്കമെൻഡേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കുന്നു. ഇതേപോലെ നമ്മളുടെ ബിസിനസ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യൽ മീഡിയ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഓക്കെ, അവിടെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ഇത് റെഗുലർ ആക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇപ്പൊ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പോസ്റ്റേഴ്സ് ആണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്ന പോസ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. ഒരു പക്ഷെ നിങ്ങൾ പലരും അത് വെക്കുന്നുണ്ട്, സന്തോഷം. പക്ഷെ നമ്മൾ അത് റെഗുലർ ആയിട്ട് ചെയ്യണം. ഇങ്ങനെ റെഗുലർ ആയിട്ട് ഈ പോസ്റ്റേഴ്സ് വെക്കുമ്പോൾ ഒരു ഓഡിയൻസ് വിസിബിലിറ്റി അവിടെ കൂടുതൽ ക്രിയേറ്റ് ആവുകയാണ്. ഒരുപക്ഷെ ഇന്ന് കണ്ട ഒരാള് ഇന്ന് തീരുമാനം എടുക്കണമെന്നോ ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു വൺ ടൈം ഇവന്റ് ആണ്. നിങ്ങളൊരു പോസ്റ്റർ അപ്ഡേറ്റ് ചെയ്തു, ആളുകൾ കണ്ടു. അതിനപ്പുറം അതിന് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരണമെന്നില്ല. അതൊരു സാധ്യതയാണ് കേട്ടോ. പക്ഷേ പോകെ പോകെ 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഇതുപോലെയുള്ള പോസ്റ്റേഴ്സുകൾ കടന്നു പോകുമ്പോൾ ഇതിലെ ലോഗോ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ എഴുതിയിരിക്കുന്ന വാചകത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവിടെ നമ്മളുടെ ഈ ഒരു പോസ്റ്ററിന്റെ തീം അവിടെ കിടപ്പുണ്ട് അല്ലെ? ഒരു തീം, ഒരു ആശയം അവിടെ കിടപ്പുണ്ട്. എന്തോ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ കണക്കുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം എന്റെ സുഹൃത്ത് ഇവിടെ ഈ ഒരു സ്റ്റാറ്റസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ഒരു തിരിച്ചറിവ് 2, 3, 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? നമുക്കൊരു മെസ്സേജ് അവർ അയക്കും അല്ലേ? ഒരു അടുത്ത സുഹൃത്താണെങ്കിൽ എടാ എന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ സംഭവം? നീ കുറെ ദിവസമായിട്ട് ഒരു കാര്യം ഇടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ചോദിക്കും, എന്താണ് സാൻവോസിറ്റി? ഞാൻ ഈ പോയിന്റിലേക്കൊക്കെ വരും കേട്ടോ. എന്താണ് സാൻവോസിറ്റി? എന്താണ് ഇപ്പൊ മാത്സിന്റെ പ്രശ്നം? എന്താണ് എഡ്യൂക്കേഷൻ നീ ഓൺലൈൻ ചെയ്യുന്നു, ആപ്പോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കും. നമ്മൾ ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ മറ്റൊരാളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ അവർ ചെയ്യുന്ന ഒരു പുതിയ ആശയത്തെക്കുറിച്ചോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 2, 3 തവണ ആ പോസ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിശ്ചയമായിട്ടും ചോദിക്കും,
എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ അവരുടെ സ്റ്റാറ്റസിൽ അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ബിസിനസിനോട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റേഴ്സുകൾ ഇതുപോലെ ഓൺലൈനിൽ വിടുമ്പോൾ എനിക്ക് മനസ്സിലായി അവർ ആ പുതിയ കമ്പനിയിൽ കയറി അല്ലെങ്കിൽ ആ പുതിയ ആശയത്തെ അവർ ഏറ്റെടുത്തു. ഇനി അതല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ക്വയറീസ് വരും അല്ലേ? ക്വയറീസ് എന്താണ്? നമ്മൾക്ക് കിട്ടേണ്ട കാര്യം തന്നെയാണ് അവർക്കിപ്പോൾ കിട്ടുന്നത്. ക്വയറീസ് എന്ന് പറഞ്ഞാൽ ഇത് അന്വേഷിച്ചിട്ട് നമ്മളെ ആളുകൾ വിളിക്കുന്ന എൻക്വയറിയാണ്. ഇത് അവരിൽ ക്രിയേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് നീ ഇപ്പൊ ഇൻഷുറൻസിന്റെ പരിപാടിയാണോ? എനിക്കൊരു ഇൻഷുറൻസ് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒന്ന് പുതുക്കണമായിരുന്നു. നീ ജനറൽ ഇൻഷുറൻസ് ആണോ? ലൈഫ് ഇൻഷുറൻസ് ആണോ? ഏതാണ് ചെയ്യുന്നത്? കണ്ടോ? അവിടെ ഒരു ചോദ്യം ജനിപ്പിക്കുവാൻ ഈ ഒരു പോസ്റ്ററിന് കഴിഞ്ഞു. അതിന് 10 പൈസ നമ്മൾ മുടക്കിയിട്ടില്ല. നമ്മൾ അവരെ വിളിച്ചിട്ടില്ല. അവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഹലോ? ഈ 3 കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഈ ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സപ്പിലൂടെ മാത്രമേ കഴിയുള്ളൂ. കാരണം ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന പോലുള്ള പുതിയ ആപ്പ് പോലുള്ള ആശയങ്ങളായിക്കോട്ടെ, ഇതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്യുവാൻ ഇന്നത്തെ രീതിയിൽ പ്രത്യേകിച്ച് ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ അല്ലെങ്കിൽ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ SSI ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ ആദ്യം വാട്സപ്പിലൂടെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആശയങ്ങളെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കാണുന്ന കുറെ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഏറ്റെടുക്കുന്നു. ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ചെറുതല്ല. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡെഫിനിറ്റ്ലി ഒരാൾ ഫോളോ ചെയ്യും. അത് തന്നെയാണ് യൂട്യൂബേഴ്സും ചെയ്യുന്നത്. അവർ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നു. അതിനെ ഏറ്റെടുക്കുന്ന ഒരു ഓഡിയൻസ് അവിടെ വരുന്നു. പിന്നീട് ആ വീഡിയോയിൽ അവർ റെഗുലർ ആയിട്ട് ഇടുമ്പോൾ, ഒറ്റയ്ക്ക് ഇടുമ്പോൾ അല്ല കേട്ടോ, റെഗുലർ ആയിട്ട് ഇടുമ്പോൾ ഒരു തവണ ഇട്ടുകൊണ്ടൊന്നും ഓഡിയൻസ് വിസിബിലിറ്റി റീച്ച് ആണോ നിർബന്ധമില്ല. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം, കണ്ടന്റിന്റെ രീതി അനുസരിച്ച്. പക്ഷെ അല്ലാതെ നമ്മളൊരു കോണ്ടന്റ് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ ഇതിനെ ഏറ്റെടുക്കുന്ന കുറെ അധികം ആളുകൾ, ഒരുപാട് പേര് ഇത് ഏറ്റെടുക്കുന്നതോട് കൂടി ഈ ഒരു സിസ്റ്റത്തിൽ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവും. നമ്മൾ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? നമുക്ക് 100 പരിമിതികളുണ്ട്. കാരണം നമുക്കറിയാം ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുകയാണ്. പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ 100% ക്വാളിറ്റിയിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ആകട്ടെ, നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജികളാകട്ടെ, നമുക്ക് തുടങ്ങിയിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള ആശയത്തെ എല്ലാം ക്രോഡീകരിക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അല്ലെങ്കിൽ തലപ്പത്ത് നിങ്ങളെന്ന വ്യക്തി വളരെ സിസ്റ്റമാറ്റിക് ആണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ആസ് എ ലീഡർ നിങ്ങളെ ഏറ്റെടുക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ആ ഓഡിയൻസിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആശയത്തെ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത് അവർ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ പല പ്രശ്നം എന്താണ്? ചില ആളുകളോട് ഈ ബിസിനസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് വലിയ രീതിയിൽ ഇമ്പാക്ട് ജനറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അവർക്കത് ക്ലിക്ക് ആകണമെന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഓക്കെ പറയാമെന്ന് പറഞ്ഞ് പോരുന്നു. നമ്മൾ പലതവണ നെഗറ്റീവ് ആവുന്നുണ്ട്. ഇത്രയും നെഗറ്റീവ് വരുമ്പോഴും നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്തെടുക്കുക. കാരണം ഒഴുക്കിനെതിരെ നീന്താനാണ് നമ്മുടെ ഒരു ശ്രമം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അറിയാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം ആളുകളിലേക്ക് ഇങ്ങനൊരു ആശയം എത്തിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ബോധത്തോടുകൂടി നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഇനി ആപ്പിന്റെ സാധ്യതകൾ? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? സ്മാർട്ട് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഇന്ന് ക്ലാസ് റൂമുകളിൽ വരുന്നത് കൊണ്ട് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഉണ്ടാകുന്ന ഗുണം എന്താണ്? മാറി വന്നിരുന്ന അല്ലെങ്കിൽ ഇത്രയും നാളും ശീലിച്ച ഇപ്പോഴത്തെ ട്രഡീഷണൽ സംവിധാനത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അവരുടെ മുമ്പിലേക്ക് ഒരു ചോദ്യമായിട്ട് എത്തണമെങ്കിൽ, അവരിലേക്ക് സംസാരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മിനിമം അവരിലേക്ക് ആദ്യം എത്തിക്കാനുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് മാറേണ്ട വിദ്യാഭ്യാസ സംസ്കാരത്തെക്കുറിച്ച് ഒരുപാട് പേരിപ്പോൾ വിമർശകരും അല്ലാത്തവരും ഓൺലൈൻ മീഡിയകളിൽ സംസാരിക്കുന്നു. കുട്ടികൾക്ക് ഇന്നത്തെ ശീലങ്ങൾ മാറി. നമ്മുടെ ട്രഡീഷണൽ രീതികൾ മാറി. ഒരു പാഠപുസ്തകത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം? അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ക്യാമറ ഓൺ ആക്കി ഇരിക്കേണ്ടതിന്റെ കാരണം എന്താണ്? അത് അവരുടെ പാഠ്യവിഷയമാക്കേണ്ട സമയമായിരിക്കുന്നു. ഓൺലൈൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കുട്ടി വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതുപോലെ മറ്റുള്ള വെബ്സൈറ്റുകൾ, ഓരോ വെബ്സൈറ്റുകളിലും കേറുമ്പോഴും അവരുടെ കുട്ടികൾ എന്ന നിലയിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളായി മാറണം.
എങ്കിൽ മാത്രമേ ഈ വരുന്ന തലമുറയെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ധാരാളം സാധ്യതകൾ ഡിജിറ്റൽ മീഡിയയോട് ബന്ധപ്പെട്ട് ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മളിൽ പലരും ഈ ബിസിനസ് ആശയത്തെ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ബിസിനസ്സും ഇന്നത്തെ ഈ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റത്തോട് ബന്ധപ്പെട്ട ചർച്ചയും തമ്മിൽ കണക്ട് ആക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരാളോട് സംസാരിക്കണമെങ്കിൽ അതിന്റെ ആദ്യപടി ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ തന്നെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കറിയാം, ഓരോ ആശയങ്ങളാണ് ഓരോ വാചകങ്ങളായിട്ട് ഇതിലേക്ക് നമ്മൾ എഴുതിയിടുക. മാറി വരുന്ന ഇത്തരം അല്ലെങ്കിൽ മാറി വരുന്ന എഡ്യൂക്കേഷൻ രംഗത്ത് ആപ്പുകളുടെ പ്രാധാന്യം എന്താണ്? നിങ്ങളുടെ കുട്ടി ഇതുവരെയും ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയില്ലേ? മാത്സ് പഠിക്കുന്നതിൽ ഇപ്പോഴും നിങ്ങൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ? ഇതുപോലുള്ള ആശയങ്ങൾ ഒരു ഫ്ലയറിൽ കാണുന്നതോടുകൂടി ആ കാണുന്ന വ്യക്തിയോ, അതായത് ആ കുട്ടികളുടെ മാതാപിതാക്കളോ ആ കുട്ടികളോ ആണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട വലിയൊരു റെസ്പോൺസിബിലിറ്റി ഇന്നുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ കിടക്കുന്നത്. കാരണം ഇതൊരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെങ്കിലും ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമാജിനറി പോലെ പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ ആളുകളിലേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ എത്തിക്കാൻ കഴിയണമെങ്കിൽ അത് അവയർനെസ് മാർക്കറ്റിംഗ് എന്നാണ് അതിന് പറയുക. ഓരോ ഫ്ലയറിലും നമ്മൾ ഇതുപോലെ ഓരോ പോയിന്റുകൾ നമ്മുടെ ആശയങ്ങൾ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു തരം അവയർനെസ് മാർക്കറ്റിംഗ് ആണ്. അറിവില്ലാത്തവർക്ക് ഇത് അറിവ് പകർന്നു കൊടുക്കുകയാണ്, അല്ലെ? അത്തരത്തിൽ വളരെ ഐ കാച്ചിങ് ആയിട്ടുള്ള ഫ്ലയേഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസിന്റെ അറ്റൻഷൻ ക്രിയേറ്റ് ആവുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസിന്റെ ആശയത്തെ അവർക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തോ ഒരു കാര്യം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അവർക്ക് മനസ്സിലാകുക അതാണ്, എന്തോ ഒരു പുതിയ കാര്യം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. 2, അദ്ദേഹം അത് ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രാധാന്യമുള്ളതായി മാറുന്നത്? നിങ്ങൾ ഇത് റെഗുലർ ആയിട്ട് ഇടുമ്പോൾ, അതായത് എല്ലാ ദിവസവും നിങ്ങളുടെ സ്റ്റാറ്റസുകളിൽ നിങ്ങളുടെ മറ്റുള്ള ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു നമ്പർ ആവശ്യമാണ്, അല്ലെ? പേഴ്സണൽ നമ്പറും ബിസിനസ് നമ്പറും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ബിസിനസ് നമ്പറിൽ നിങ്ങൾക്ക് ഇത് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ആളുകൾക്ക് പേഴ്സണൽ നമ്പറിലും ചെയ്യാം കേട്ടോ. ആ ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവുന്നു, നിങ്ങൾ ഒരു കാര്യത്തെ വളരെ റെസ്പോൺസിബിൾ ആയി ഏറ്റെടുത്തിരിക്കുന്നു. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഇത് റെഗുലർ ആയിട്ട് ചെയ്യുന്നതിൽ വ്യത്യസ്തമായ ഫ്ലയറുകൾ വരണം. അതിനകത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോ സഹിതം വെച്ച് നിങ്ങൾക്ക് ഫ്ലയറുകൾ ഡിസൈൻ ചെയ്യാം. കാരണം എന്താണ്? നമുക്കറിയാം, നിങ്ങൾ ആ ബിസിനസ്സിനെ ഏറ്റെടുത്ത് വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിലൂടെയാണ് ഈ ബിസിനസ് വെളിയിലേക്ക് പോകേണ്ടത്. നിങ്ങളുടെ ഫോട്ടോയും ഫോൺ നമ്പറും ഒക്കെ വെച്ച് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. ഇനി കമ്പനിയുടെ കോണ്ടാക്ട് ഉള്ള ഫ്ലയേഴ്സുകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗിന്റെ ഒരു കാലഘട്ടം അവസാനിച്ചു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ അതിന് ഒരു അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. ഹലോ. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിക്ക് അഥവാ മാർക്കറ്റിങ്ങിന്, അതെ, നമ്മൾ ഒരാളോട് ചെന്ന് മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് ഇന്ന് അത് ആവശ്യമുള്ള കാലഘട്ടമായിരിക്കെ അതിനൊരു റിയൽ അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കൊടുക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് ഹെൽപ്ഫുൾ ആയി മാറുന്ന ഒരു സിസ്റ്റം, ഒരു ഓൺലൈൻ സംവിധാനം നമുക്കിന്ന് കൂടെയുണ്ട്. സോഷ്യൽ മീഡിയ, ഞാൻ ആദ്യം പറഞ്ഞു, SMM എന്ന് പറയുന്ന കാര്യം കേവലം ചെറിയ വിഷയമല്ല. പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാതെ എത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് മുഴുവൻ പഠിച്ചിട്ടൊന്നും ബിസിനസ് ചെയ്യാനല്ല. പക്ഷെ അത് ഉപയോഗപ്പെടുത്തേണ്ട ഭാഗങ്ങളിൽ നമ്മുടെ ബിസിനസ്സിൽ അത് ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. റിയൽ ടൈം കസ്റ്റമേഴ്സിന് നമുക്ക് പുതിയതായിട്ട് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓഡിയൻസ് നമ്മുടെ ക്ലയന്റുകളായി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന വ്യക്തികളായി മാറുവാൻ അത് ഇടയാക്കുന്നു. ഇത്തരത്തിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് നമുക്ക് നടത്തണമെങ്കിൽ ഫ്ലയേഴ്സുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സാൻഡ്ബോക്സിന്റെ പ്രൊമോഷണൽ ടൂളുകളെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഒരുങ്ങാൻ കഴിയും. ഇനി 2-3 കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻ ഡെപ്തിൽ പോകുന്നു. എന്തുകൊണ്ടൊരു ഫ്ലയർ നമ്മൾ ഡിസൈൻ ചെയ്യണം, അതുപോലെ ആ ഫ്ലയറിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. ഇതിന്റെ വർക്ക്ഷോപ്പ് അടുത്ത ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണക്ട് ആവും. ഒരു ഫ്ലയറിനെ സംബന്ധിച്ച് ആ ഫ്ലയറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആശയം കണ്ടാൽ അത് കോൾ ടു ആക്ഷൻ മെസ്സേജുകളായിരിക്കണം. എന്താണ് കോൾ ടു ആക്ഷൻ മെസ്സേജുകൾ? നമ്മുടെ ഫ്ലയർ കണ്ടാൽ ഒരാൾ നമ്മളെ വിളിക്കുവാൻ തയ്യാറാകണം. അതാണ് കോൾ ടു ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ ചില പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അതിന്റെ താഴെ എന്താണ്, വിസിറ്റ് അവർ വെബ്സൈറ്റ് എന്നോ കോൾ നൗ എന്നോ അല്ലെങ്കിൽ മെസ്സേജ് നൗ എന്നോ അല്ലെങ്കിൽ വാട്സപ്പ് നൗ എന്നോ ഒക്കെ ചെറിയൊരു ബട്ടൺ കാണും.
അല്ലേ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിലേക്ക് പോകാം. അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൾ ടു ആക്ഷൻ ബട്ടൺ ആണത്. അതിന് കോൾ ടു ആക്ഷൻ ബട്ടൺ എന്നാണ് പറയുക. നമ്മളുടെ ഒരു ഫ്ലയറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവില്ല. പകരം ഇത് എവിടേക്ക് പോകും? എങ്ങും പോവില്ല. കാരണം ഫ്ലയറിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അത് പിക്ചർ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ പിക്ചർ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതിൽ അങ്ങനെ ഒരു കോൾ ടു ആക്ഷൻ ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ അവരുടെ ഉള്ളില് ഓക്കെ, ഞാൻ ഒരു ആക്ഷൻ പ്രോസസ്സിലേക്ക് വരേണ്ടതാണെന്നുള്ള ഒരു ഫീൽ അവരിലേക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയോ? നിങ്ങളൊരു കാര്യം അന്വേഷിച്ച് നടക്കുന്നുവെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു പരസ്യം കാണുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക എന്ന് താഴെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് കാണുന്ന വ്യക്തിക്ക്, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അയാളുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ക്രിയേറ്റ് ആവും. നമ്മുടെ ഫ്ലയറുകളിൽ ഇപ്പോൾ തന്നെ വിളിക്കുക എന്നൊരു മെസ്സേജോ അല്ലെങ്കിൽ കോൾ നൗ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് തന്നെയല്ലേ ഒരു കാലത്ത് നിങ്ങൾ ഫിസിക്കലി വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഹലോ, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ട് ഒരാളെ നിങ്ങൾ ഏതൊരു ആശയത്തിനും അവർ ഏറ്റെടുക്കുവാൻ നിങ്ങൾ വിളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിളിക്കുവാൻ നിങ്ങൾ കൊടുക്കുന്ന കാർഡിനാണ് വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുക. നിങ്ങളെ തിരികെ വീണ്ടും വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. അതായത് ആ കാർഡിന്റെ പ്രത്യേകത. ഇന്ന് ഫിസിക്കൽ കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ആയതോടുകൂടി ഡിജിറ്റലി കൊടുക്കുന്ന വിസിബിലിറ്റി ഓൺലൈൻ ആണെങ്കിൽ അത് ഏറ്റവും ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫ്ലയേഴ്സുകൾ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത് നമ്മളുടെ പേജുകളിലൂടെ അഥവാ നമ്മുടെ സ്റ്റാറ്റസിലൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ ആളുകൾക്കൊരു കോൾ ടു ആക്ഷൻ ഫീൽഡിലേക്ക് ഒരു വരും. ഇനി രണ്ടാമത്തെ സംഗതി, ഒരു ഫ്ലയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലയറിൽ ഓരോന്നിനും ഓരോ പൊസിഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ബിജു സാറൊക്കെ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ നോക്കി ചെയ്യുന്ന ആളുകളാണ്. കാരണം ഇത് എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്ലയർ കണ്ടു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ശ്രദ്ധ എവിടേക്കായിരിക്കും പോവുക? ഒരു ഫ്ലയറിന്റെ ആദ്യം എവിടേക്ക് ശ്രദ്ധ പോകും? അവിടെ ആയിരിക്കണം നമ്മുടെ ക്യാപ്ഷൻ വരേണ്ടത്. കാരണം അവരിലേക്ക് ഒരു ക്വയറി ഉണ്ടെങ്കിൽ മാത്രം, മീൻസ് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുക. ചില റീലുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലുള്ള പേജുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചില വാചകങ്ങൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യും. നമ്മളൊന്ന് നിർത്തും. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വാചകത്തിന്റെ ഒപ്പം തന്നെ അവിടെ ഒരു ടെംപ്ലേറ്റ് അഥവാ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. ഈ പിക്ചറും ഈ വാചകവും ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അഥവാ ഒന്ന് ഹുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം വായിക്കും. അത് വായിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ആഗ്രഹം തോന്നുന്ന സമയത്ത് ആ പോയിന്റിൽ നമ്മുടെ ഫോൺ നമ്പറും ഉണ്ടാവണം. ഇതെല്ലാം ഒരു ഫ്ലയറിന്റെ പല പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ചില ഫ്ലയറുകളുടെ ഡിസൈനുകൾ അല്ലെങ്കിൽ പോസ്റ്ററുകളുടെ ഡിസൈനുകൾ അത് മോശമാകുമ്പോഴാണ് നമ്മൾ വെറുതെ തട്ടിവിടുക, വായിക്കുക പോലുമില്ല. പക്ഷെ ചില പോസ്റ്റേഴ്സ് നമ്മൾ തട്ടി വിട്ടിട്ട് തിരികെ ഒന്നുകൂടി എടുക്കും. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കും. കാരണം ഐ ക്യാച്ചിങ് ആയിട്ട് നമ്മളുടെ കണ്ണുടക്കുന്ന എന്തോ ഒരു കാര്യം അവിടെ കടന്നു പോയിട്ടുണ്ടാവും. അതിന്റെ ചിലപ്പോൾ കളറുകളായിരിക്കാം, ഡിസൈൻ പാലറ്റ് അല്ലെങ്കിൽ കളർ പാലറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന കളേഴ്സുകൾ നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിക്കും. നമ്മൾ ഓരോ കളർ പാലറ്റ് വലിയൊരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവർക്ക് അതറിയാം. നമ്മൾ അത്രയും ഇൻഡെപ്തിൽ പോകണ്ട. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും ഡ്രസ് കോഡിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന അതായത് 2 ഡ്രസ്സാണല്ലോ, പാന്റ്സും ഷർട്ടും അല്ലെങ്കിൽ ചുരിദാറും ഷോളും അല്ലെങ്കിൽ മിഡിയും ടോപ്പും. ഇതൊക്കെ 2 ഡ്രസ്സുകളായിരിക്കും. ഈ 2 ഡ്രസ്സുകളും കോമൺ ആയിട്ട് ഒറ്റ കളറിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചേക്കാം. പക്ഷെ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊന്ന് കോൺട്രാസ്റ്റ് കൂടിയ കളറും ഒന്ന് കോൺട്രാസ്റ്റ് കുറഞ്ഞതുമായിരിക്കും. ഇങ്ങനെയാണ് കളർ പാലറ്റിന്റെ ഒരു മിനിമം ബേസിക് റൂൾ പറയുന്നത്. ഈ കളർ കോമ്പിനേഷൻ നമ്മളുടെ ഒരു ഫ്ലയറിൽ വരുമ്പോൾ അത് ആളുകളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു യെല്ലോ കളർ പ്ലാറ്റ്ഫോം, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പർപ്പിൾ കളറിലുള്ള ഒരു എഴുത്താണോ, അതോ ഒരു പർപ്പിൾ കളറുള്ള ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ കളറിലുള്ള എഴുത്തുകളാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. കാരണം ഇത് രണ്ടും തിരഞ്ഞെടുക്കുന്ന 2 ഓഡിയൻസ് ഉണ്ട്. ഈ 2 ഓഡിയൻസിലേക്കും കൊടുക്കുന്ന ഇമ്പാക്റ്റ് അവർ ഏറ്റെടുക്കണമെങ്കിൽ അവരുടെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോകുന്ന ഇതിൽ കൃത്യമായ ഒരു വാചകം ആ കളറിൽ എഴുതിയിട്ടുണ്ടാകണം.
അത് അവരുടെ കണ്ണുടക്കുകയും അത് വായിക്കാൻ തയ്യാറാകുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കണം. വളരെ വിശദമായിട്ട് എഴുതി പിടിപ്പിച്ചൊരു ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് വരുന്ന ഒരു ആശയം അവിടെ കൊടുക്കരുത്. വളരെ കുറച്ച് വാക്ക്, 3ഓ 4ഓ വാക്ക്, 4 വാക്ക് മാക്സിമം. അതിനുള്ളിൽ നമ്മുടെ ആശയം അവരിൽ ഒരു ചോദ്യം ജനിപ്പിക്കണം. ആ ചോദ്യം ജനിപ്പിക്കുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾ ടു ആക്ഷനിലേക്ക് അവരെ കൊണ്ടുപോവുക. അവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫോട്ടോ കൊടുക്കാം. നിങ്ങളുടെ ഫോട്ടോയുടെ താഴെ കോൾ നൗ എന്ന് കൊടുത്തിട്ട് ഒരു ബട്ടൺ കൊടുക്കാം. അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ അടുത്ത ദിവസം പഠിക്കും. എന്നിട്ട് അതിന്റെ താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അവർക്ക് നിശ്ചയമായിട്ടും മനസ്സിലാവും. ഇത്തരത്തിൽ നിങ്ങൾ മെസ്സേജുകൾ ഫ്ലയറുകളിലൂടെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് കൃത്യമായിട്ടും ഒരു ലീഡ് നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലീഡ് ജനറേറ്റ് ചെയ്യാൻ ആ ഒരൊറ്റ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനുവേണ്ടി 5 പൈസ മുടക്കിയിട്ടല്ല ഇവിടെ ഓൺലൈൻ മീഡിയ വഴി നമ്മൾ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പല ആളുകളും ഇന്ന് യാത്രയിലാണ്. ഫിസിക്കലി യാത്ര ചെയ്യണം കേട്ടോ. യാത്ര ചെയ്യേണ്ടന്നില്ല. കാരണം ഫിസിക്കലി ഒരാളുമായിട്ട് കണ്ട് സംസാരിക്കുന്ന ഐ കോൺടാക്റ്റും നമ്മുടെ കൈകളുടെ ആക്ഷൻസും ഗസ്റ്റേഴ്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ അതിന് മുമ്പ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് 10 പൈസ മുടക്കാതെ ചെയ്യാവുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഓൺലൈൻ മീഡിയ പേജുകൾ ഇത്തരത്തിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് വാട്സപ്പ്, ഒരു പവർഫുൾ ടൂളാണ്. അത് ഫ്രീ മാർക്കറ്റിംഗ് ആണ് ചെയ്തു തരുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിലൂടെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ക്രിയേറ്റ് ആവും. ഏറ്റവും സിമ്പിളായിട്ട് എൻക്വയറി വരുവാനുള്ള സംവിധാനമായിട്ട് ഇത് മാറും. അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ പറയുന്ന പോലെ ഡിസൈനിങ് ചെയ്ത് ഒരു സ്വന്തമായിട്ടൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തൊക്കെ ഈ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയുമായിട്ട് ഇരുന്നിട്ട് വെറുതെ മറ്റുള്ളവരുടെ വാട്സപ്പിൽ തോണ്ടി കളിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫ്ലയർ ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. നമ്മൾ അടുത്ത ദിവസം കാണിക്കാൻ പോകുന്നത് അത് തന്നെയാ കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളൊരു ഫ്ലയർ ക്രിയേറ്റ് ചെയ്യാം. ഒരു ദിവസം എത്രയോ സമയമുണ്ട്. വെറും 10 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സജി മാം എല്ലാ ദിവസവും പറയുന്ന പോലെ 11 സ്റ്റാറും 5 സ്റ്റാറും 3 സ്റ്റാറും ഒക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള ടീമിനെ കൊണ്ട് സുഖമായിട്ട് ചെയ്യിക്കാൻ പറ്റും. കാരണം ഇത് ഏറ്റെടുക്കാനുള്ള ആളുകളിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്രയാസം. ആ ഒരു തടസ്സമാണ് ഇവിടെ മാറുന്നത്. നിങ്ങളുടെ പല ബന്ധുക്കളും, നിങ്ങളുടെ പല സുഹൃത്തുക്കളും നിങ്ങളെ പല കാര്യത്തിലും ഇങ്ങോട്ട് വന്ന് ബുദ്ധി ഉപദേശിച്ചിട്ടുള്ള ആളുകൾ ഇതിനെ ഏറ്റെടുക്കും. യാതൊരു സംശയവുമില്ല. ആ ഒരു രീതിയിലേക്ക് ഇവരെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഫ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടും കൃത്യമായ വാചകങ്ങളുമായിരിക്കണം. അതിനുവേണ്ടി ഓൾറെഡി ഞാൻ അത് കുറെ കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ക്യാപ്ഷൻ കൊടുക്കണം, എവിടെ ഇത് പ്ലേസ് ചെയ്യണം, ഏത് രീതിയിലുള്ള പിക്ചേഴ്സുകൾ എടുക്കണം, ഈ പിക്ചേഴ്സുകൾ എവിടുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം, അതെടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, ഇതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. 2 പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ ഈ ഫ്ലയർ ഡിസൈൻ ചെയ്യാൻ പഠിക്കുക. ഒന്ന് ക്യാൻവ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. ക്യാൻവ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് പോലെ തന്നെ ആളുകൾ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആപ്പാണ്. വെബ്സൈറ്റിൽ ഉപയോഗിക്കാം. നമ്മുടെ ആപ്പ് പോലെ തന്നെയാണ് കേട്ടോ. വെബ്സൈറ്റിൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാം, അതുപോലെ iOS-ലും ഉപയോഗിക്കാം. ചെയ്തു വെച്ച വർക്കിന്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പിൽ ചെയ്തൊരു വർക്ക് നിങ്ങൾ പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വന്നെങ്കിൽ അതിന്റെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾക്ക് യാത്രാമധ്യേ ചെയ്യാൻ കഴിയും. അതിന് ഈ ഡിവൈസും കൊണ്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. നമ്മൾ ആദ്യം ആ ആപ്പിലൂടെ എങ്ങനെ അതിന്റെ ബേസിക് ഡിസൈനിങ് പഠിക്കാം, ചെയ്യാം എന്നുള്ളത് പഠിക്കും. ഒപ്പം തന്നെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ മറ്റൊരു ആപ്പ്, അതിന്റെ പേര് പിക്സൽ ആർ എന്നാണ്. PIXLR. ഈ 2 പേരുകളും ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ ഈ ആപ്പുകൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം ബേസിക് ആയിട്ട് നമ്മൾ സാധാരണ ഇമെയിൽ ID ഉപയോഗിച്ച് സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്താൽ ഈ ആപ്പ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിൽ എങ്ങനെ ഓരോ ഫ്ലയറുകളും ചെയ്യാം, അതിന്റെ ലേഔട്ട് എന്താണെന്നുള്ളത് ലൈവായിട്ട് കാണിച്ച് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം ഇനി വരുന്ന സീരീസുകളിൽ നമ്മൾ സെയിൽസ് എന്താണെന്നും മാർക്കറ്റിംഗ് എന്താണെന്നും മാർക്കറ്റിംഗ് പ്രൊമോഷൻസ് എന്താണെന്നും പഠിക്കാനുള്ള മോഡ്യൂളുകളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഉള്ള വലിയ തടസ്സങ്ങൾ മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഫ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ ശ്രദ്ധിച്ചു. ഇനി അതുപോലെ ഒരു ഫ്ലയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളതിനേക്കാൾ ഉപരി അത് ഓഡിയൻസിൽ എങ്ങനെ ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ആവുന്നു, അവരെങ്ങനെ ഇതിനെ ഏറ്റെടുക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചു. ഇനിയും കുറെ അധികം കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് ഉണ്ട്. നമ്മുടെ സമയം വളരെ പരിമിതമാണ്.
അതുകൊണ്ട് ബാക്കിയുള്ള സെഷനുകൾ ഇനി തുടർന്ന് വരുന്നതിന്റെ പാർട്ട് 2 ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാം. അതുവരെ തൽക്കാലം നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇതുവരെ കേട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു ഓൾ.